So the next chapter, A Flood of Disasters by K. Shailaja teacher. സോ കേരളത്തിലെ ഫോർമർ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള കെ ശൈലജ ടീച്ചറുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ശരിക്കും ഫ്ലഡ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അതായത് അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസുകൾ പറയുന്നത് അവർ പൊസിഷനിലുണ്ടായപ്പം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് 2017 2020 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ചില ദുരന്തങ്ങൾ മീൻസ് നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതിനെ എങ്ങനെ ഓവർകം ചെയ്തു. അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ത് ചെയ്തു ഒത്തൊരുമിച്ചുകൊണ്ട്, അതായത് എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു മട്ടിൽ എങ്ങനെയാണ് ഫ്ലഡിൽ വോളണ്ടിയേഴ്സ് അവരെ സഹായിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഫലം കണ്ടത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് പുറമെ മറ്റുള്ള ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ കണക്ഷൻസ്, അതുപോലെ തന്നെ ഓർഡിനറി പീപ്പിൾ എസ്പെഷ്യലി ഫിഷർമാൻ, അതുപോലെ ഫിഷർമാൻ കേരളത്തിൽ ആർമി എന്ന വിശേഷണം കൊടുത്ത ഫിഷർമാൻ, ഓക്കെ, അതായത് കേരളത്തിൻ്റെ സൈനികർ എന്ന വിശേഷണം കൊടുത്ത ഫിഷർമാൻ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഡിസാസ്റ്റർ ടൈമിൽ ഒത്തൊരുമിച്ചുകൊണ്ട്, ഓക്കെ, ഒപ്പോസിഷനും അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടിയും എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഈ ഒരു ഫലം കണ്ടത്. മീൻസ് നമ്മുടെ ഒരു ഡിസാസ്റ്ററിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു കാഠിന്യം കുറച്ചത് എന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നു. സോ സിവിയർ അവർ സിവിയറായിട്ടുള്ള ടെസ്റ്റുകളാണ് ഭയങ്കര പരീക്ഷണങ്ങളാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നമ്മളും നേരിടേണ്ടി വന്നത് ആ ഒരു സമയത്ത് 2017 2020 ആ ഒരു സമയത്ത്. ഓക്കെ, അതിൽ ആദ്യം തന്നെ 2017 ഉണ്ടായിരുന്ന ഓക്കി സൈക്ലോൺ, ഓക്കെ, ആ ഒരു കൊടുങ്കാറ്റ്, ആ ഒരു സ്റ്റോം വളരെയധികം നമുക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മീൻസ് ഒരു പ്രതിഫലനങ്ങളും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അത് ഉടലെടുക്കുകയും ഈ കടലിൽ പോയ ഫിഷർമാൻ ഈ ഹൈ വിൻഡ് മൂലം, വളരെ ശക്തമായിട്ടുള്ള വിൻഡ് മൂലം പലരും ഒരു ഏകദേശം 150 ആളുകളോളം മിസ്സിംഗ് ആയിട്ട് ഇപ്പോഴും കണ്ടെത്താനാവാതെ റിപ്പോർട്ടഡ് മിസ്സിങ്, ഓക്കെ, അവരത് ഹൈ വേവ്സിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ അവർക്ക് ഒരുപാട് മെൻ്റൽ ട്രോമാസ്, അവരുടെ ഫാമിലീസിന് ഒരുപാട് മെൻ്റൽ ട്രോമാസ് വന്നു. ഇതുവരെ നമ്മൾ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ഈ ഒരു കടലിൽ, ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോം ഉണ്ടാവുകയും, ഓക്കെ, ഓക്കി സൈക്ലോൺ മൂലം അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും, ജീവഹാനികൾ വരെ അവരുടെ റിലേറ്റീവ്സിന് സംഭവിച്ചത് മൂലം അവർക്ക് ഇതിൽ നിന്നും തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥാവിശേഷം. സോ അവർക്ക് ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു, ഓക്കെ, മെൻ്റൽ കൗൺസിലിങ്ങുകൾ, അതുപോലെ തന്നെ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ വില്ലിംഗ് ആയിട്ടുള്ള പല വോളണ്ടിയേഴ്സിനെയും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കൗൺസിലിങ്ങുകൾ അതുപോലെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, വളരെ സ്കിൽഫുള്ളായിട്ടുള്ള വ്യക്തികളുടെ പോലും അവരുടെ ഓർമ്മകൾ നശിച്ചു പോകുന്ന ആ ഒരു പാരാലിസിസിൽ നിന്നും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ചില അവസ്ഥാവിശേഷങ്ങളെ അവരിവിടെ പ്രതിപാദിക്കുന്നു എന്നുള്ളത്. സോ ഹൈ സീ വേവ്സ് കെയിം ലൈക്ക് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്, ഓക്കെ, ബിൽഡിംഗ് വലിയ ഒരുപാട് നിലകളുള്ള ഒരു ബിൽഡിംഗ് എങ്ങനെയാണോ വീട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇരച്ചു കയറി വന്നത്, ഓക്കെ, കരയിലേക്ക് വരുന്നത്, അതുപോലെ ഒരുപാട് നാശനഷ്ടങ്ങൾ, ഓക്കെ, ഈ ഒരു ഹൈ സീ വേവ്സ് അന്നത്തെ കാലത്ത് ഓക്കി ഡിസാസ്റ്റർ മൂലം ഉണ്ടാക്കി എന്നുള്ളതും ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്കുണ്ടാക്കി എന്നുള്ളതും മുനമ്പം, എറണാകുളം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കടലോര പ്രദേശങ്ങളിൽ ഇത് മെയിനായിട്ട് നാശങ്ങൾ വിതച്ചു. ആലപ്പുഴ പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് നാശങ്ങൾ വിതച്ചു എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് കെ ശൈലജ ടീച്ചർ പറയുന്നു. സോ ഈ ഒരു ആളുകൾക്ക്, അതായത് ഈ PTSD, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അങ്ങനെ നേരിടുന്ന വ്യക്തികൾക്ക് കൗൺസിലിങ്ങുകൾ കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവർക്ക്, അതായത് ഈ കടലോരങ്ങൾ ജീവിച്ച അല്ലെങ്കിൽ ഫിഷസ് മാത്രം കഴിച്ച് ശീലമുള്ള ആളുകൾ, ഓക്കെ, അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് കൊടുത്താൽ പെട്ടെന്നൊരു ദിവസം വെജിറ്റേറിയൻ ഫുഡ് കൊടുത്താൽ ചിലപ്പോൾ അത് കഴിച്ചോളണമെന്നില്ല. സോ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള മീറ്റുകൾ പ്രൊവൈഡ് ചെയ്തു ഗവൺമെൻറ്, അതുപോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻസും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഇതിനൊക്കെ എന്ത് ചെയ്തു, നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നു. അപ്പം എല്ലാവരും, എല്ലാ പാർട്ടിക്കാരും, എല്ലാ മതവിഭാഗക്കാരും എന്ത് ചെയ്തു, അതുപോലെ തന്നെ എല്ലാ ജാതികളും എല്ലാ പാർട്ടികളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട്, ഓക്കെ, മനുഷ്യൻ എന്നുള്ള ലേബലിൽ, ഓക്കെ, ഒരു ഹ്യൂമൻ എന്നുള്ള ലേബലിൽ, ഒരു ഗുഡ് ഹ്യൂമൻ എന്നുള്ള ലേബലിൽ പരസ്പരം സഹായിച്ചു. ആ ഒരു സന്തോഷമാണ് ഇവിടെ പങ്കിടുന്നത്. ദുരന്തബാധിതർക്ക് എന്താണ് ദുരന്തം
വിതച്ച അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സോ കൗൺസിലിംഗ് കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ 2018 ലെവൽ 3 കലാമിറ്റി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ലെവൽ 3 കലാമിറ്റി. കലാമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അപകടം. വളരെ വലിയ രീതിയിലുള്ള ഒരു അപകടം, ഒരു ഫ്ലഡ് എന്ന് പറയുന്ന വെള്ളപ്പൊക്കം വരികയാണ് 2018 2018. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ 14 ജില്ലകളെയും ഇത് ബാധിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് രക്ഷകരായിട്ട് സുരക്ഷാ സേനയായിട്ട് കേരളത്തിലെ ആർമി എന്ന് വിശേഷിപ്പിക്കുന്ന സ്പെഷ്യൽ അപ്രീസിയേഷൻ കിട്ടിയ ഫിഷർമാൻ ഇറങ്ങി വരുന്നു. അവർ പിന്നെ അവർ അവർക്ക് അതിജീവനം കണ്ടെത്തിയിരുന്ന ഈ വഞ്ചികളും അതുപോലെ തന്നെ ഈ വള്ളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, സ്വന്തം വഞ്ചികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ റോഡുകൾ ഫുള്ള് എന്തായിരുന്നു, വെള്ളമായിരുന്നു. അതിലൂടെ വരികയും കണ്ടാമിനേഷൻസൊക്കെ ബാധിക്കുമെന്നറിയാം. അവരിൽ പലർക്കും ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. മീൻസ് ഈ ഇൻഫെക്ഷൻസും കണ്ടാമിനേഷൻസും അതായത് പകർച്ചവ്യാധികൾ ഈ വെള്ളത്തിലൂടെയൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് പകർച്ചവ്യാധികൾ, ഡെഡായിട്ടുള്ള പല കാര്യങ്ങളും ജീവികളുടെ ശരീരത്തിൽ നിന്നുള്ള പല ഇൻഫെക്ഷൻസും ബാധിച്ചേക്കാം. ഇതിനൊക്കെ ഈ പേടികളൊക്കെ ഈ പേടികളൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്തു, ആളുകളെ രക്ഷിക്കാൻ ഇറങ്ങി എന്നുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർക്കുന്നത്, ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കരിപ്പൂർ വിമാന ദുരന്തത്തിൽ കൊണ്ടോട്ടി പ്രദേശത്ത് ഉള്ള ആളുകൾ അവർ ആ ഒരു സമയത്ത് കൊറോണ വൈറസ് പടർന്ന് പന്തലിച്ച ഒരു കാലഘട്ടമായിരുന്നു. അതിൽ കൈമൈ മറന്നുകൊണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ആ പേടിയൊന്നും ഇല്ലാതെ സ്വന്തം സഹോദരങ്ങളാണ് എന്നുള്ള മട്ടിൽ അവർ അങ്ങോട്ട് എത്തിച്ചേർന്നു. അവർ എന്ത് ചെയ്തു, സഹായിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സോ അതുപോലെ കേരളത്തിലെ ആളുകൾ എന്ത് ചെയ്തു, പരസ്പരം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവർ സുരക്ഷാ വലയങ്ങൾ തീർത്തു. എസ്പെഷ്യലി ഫിഷർമാൻ, വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ. അതായത് അതിൽ പിന്നെ ചിൽഡ്രൻ മുതൽ സ്റ്റുഡൻസ് മുതൽ ഹൗസ് വൈഫ്സ് മുതൽ ഓൾഡായിട്ടുള്ള ആളുകൾ വരെ തന്നാൽ കഴിയുന്ന പ്രവർത്തികൾ തങ്ങളുടെ പ്രാർത്ഥനകളോടെയാണെങ്കിലും അല്ലെങ്കിൽ തങ്ങളുടെ ആക്ടിവിറ്റീസിൽ ആണെങ്കിലും ഓർഗനൈസേഷൻസിൽ ആണെങ്കിലും ഫിനാൻഷ്യലായിട്ടും മെൻ്റലായിട്ടും ഒക്കെ സഹായിച്ചു. അതുപോലെ തന്നെ അമ്മമാർ ഇവരൊക്കെ എന്ത് ചെയ്തു, ഈ വോളണ്ടിയേഴ്സായിട്ട് അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും എന്ത് ചെയ്തു, ഈ ക്യാമ്പുകളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവർ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അതുപോലെ തന്നെ പല ഫെസിലിറ്റീസുമായിട്ട് എന്താണോ വേണ്ടത് അതൊക്കെ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിന്നെ ഇവിടെ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് 1 crore പീപ്പിളിന് കൊടുത്തു എന്ന് പറയുന്നു. അതിൽ പല ആളുകളും ഇത് കഴിക്കാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് കാണുകയും അവർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവർക്ക് എന്ത് ചെയ്തു, വെള്ളമൊക്കെ കൊടുത്തു അവരെ നിർബന്ധപൂർവ്വം മീൻസ് അവർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ കഴിപ്പിച്ചു എന്ന് പറയുന്നു. ഇത് ലെപ്റ്റോസ്പൈറോസിസ് എന്നുള്ള ഒരു രോഗം ഒരു ഫീവർ വരും എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്സിസൈക്ലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്തത്. ദെൻ ജലാശയങ്ങളിലൊക്കെ ക്ലോറിനേഷൻ, അതായത് വെള്ളം ശുദ്ധീകരിച്ചു. അതുപോലെ തന്നെ ആൻറ്റി മോസ്കിറ്റോ പ്രിക്കോഷൻസ് എടുത്തു. ഇതൊക്കെ പറയുന്നു. അതുപോലെ തന്നെ നല്ലൊരു അപ്രീസിയേഷൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തിനും എല്ലാ പാർട്ടിക്കാർക്കും കിട്ടി യൂണിയൻ മിനിസ്റ്ററുടെ അടുത്ത് നിന്നും എന്ന് പറയുന്നു. ദെൻ CMDRF ഫണ്ട്, അതായത് ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അതിലേക്ക് ആളുകൾ പണമയച്ചു. അതുപോലെ തന്നെ ഉള്ള പലതരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ ഈ ഒരു സ്റ്റേറ്റിൽ നടന്നു. ഒരു ഡീപ്പ് അപ്രീസിയേഷനാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, എല്ലാ വിഭാഗക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡീപ്പ് അപ്രീസിയേഷനാണ് ഇതിലൂടെ KK ശൈലജ ടീച്ചർ അവർ നടത്തുന്നത്.